നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയും കാലം ഞാൻ നിന്നെ സംശയിച്ചപ്പോ അതെന്റെ ഭ്രാന്ത്. ജീവൻ സൈക്കോ. പക്ഷേ എനിക്ക് നിന്നെ മുമ്പേ മനസ്സിലായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാ നിന്റെ പുറകെ ഒരു തെളിവിന് വേണ്ടി ഞാൻ നടന്നേ. ജ്യോതി, ഒരു നെരിപ്പൊടിനകത്തെ ഈ കുടുംബന്ന് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ നീ? എനിക്ക് പകരം നിന്റെ ഏട്ടനാണ് ഈ കാഴ്ച കണ്ടിരുന്നതെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ജീവനോട് ഉണ്ടാവുമായിരുന്നോ? നിത്യേച്ചി, മിണ്ടി പോരുത്. സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന ആളല്ലേ താൻ. എന്നിട്ട് അനിയത്തി ഇവിടെ പോയി. അവള് മനുവിനൊപ്പം മുറിയിലുണ്ട്. മനു, നീ കുറച്ച് മാന്യനാണെന്ന് ഞാൻ കരുതിയത്. നിന്നെയൊക്കെ ജീവൻ തെറ്റിദ്ധരിക്കുന്നതില് എന്താടാ കുഴപ്പം? ജ്യോതി, എത്രയും പെട്ടെന്ന് താഴേക്ക് പോവാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നിത്യേച്ചി, നിന്നോട് പോവാനാ പറഞ്ഞത്. പോവാനല്ലേ പറഞ്ഞത്? പോവാൻ. ഇതെന്താ മനു? നീ എന്താടി ഇവനുമായിട്ട് ഈ മുറിയില്? ചോദിച്ചത് കേട്ടില്ലടി. എത്ര നാളാടി ഇത് തുടങ്ങിയിട്ട്? എത്ര നാളാടി എന്നെ ചതിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ കാര്യറിയാതെ സംസാരിക്കരുത്. ഇനി കാര്യം പറഞ്ഞു തരാൻ നിന്റെ അച്ഛൻ പറഞ്ഞോടി. ഇതിനപ്പുറത്ത് എന്ത് തെളിവാണ് നിനക്ക് വേണ്ടേ?
നാളെ ഒരു ഫംഗ്ഷൻ ആള് കൂടി നിൽക്കുമ്പോ ചോരത്തിളപ്പുള്ള ഒരുത്തനെ മുറിയിൽ കയറ്റിയിരിക്കുന്ന നിന്നെയൊക്കെ എന്ത് പേരാണ് പിന്നെ ഞാൻ വിളിക്കേണ്ടത്? കാണട്ടെ, നിനക്ക് വന്ന പ്രണയലേഖനം കാണട്ടെ. ഞാനത് നിത്യേശിക്ക് കൊടുത്തതല്ല. ഇത്രയും കാലം ഞാൻ നിന്നെ സംശയിച്ചപ്പോ അതെന്റെ ഭ്രാന്ത്. ജീവൻ സൈക്കോ. പക്ഷേ എനിക്ക് നിന്നെ മുമ്പേ മനസ്സിലായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാ നിന്റെ പുറകെ ഒരു തെളിവിന് വേണ്ടി ഞാൻ നടന്നേ. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് അയാളെ ചതിക്കുന്നവരുടെ ശിക്ഷ എന്താണെന്ന് അറിയോ നിനക്ക്? മരണം. മരണം തന്നെ ആടി. ജീവ, വേണ്ട, വേണ്ട ജീവ, ജീവ, നിന്നെന്ത് കൊല്ലൂടി. ജീവ, നിത്യേച്ചി ജീവ, വിട്, വിട്. മാറാ. ജീവ, സുധി വേണ്ട, സുധി. അയ്യോ, ജീവ, ഞാൻ പറയുന്നത് കേൾക്ക്. സുധി, അടിച്ചു കൊല്ലണം. വേണ്ട, തിരിച്ചു നിർത്താൻ പറ അവരോട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.